സർക്കാരിന്റെ ഉറപ്പുകൾ പാഴായതോടെ അങ്കണവാടി ജീവനക്കാർ വീണ്ടും സമരത്തിലേക്ക്. ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം നടത്തും. മാർച്ചിൽ സെക്രട്ടേറിയറ്റിൽ നടത്തിയ സമരത്തിൽ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിന്മേൽ ഒരു സമിതി ഉണ്ടാക്കാമെന്നും പഠിച്ച് 3 മാസത്തിനുള്ളിൽ പരിഹാരം കാണാമെന്നും സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ 4 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതോടെയാണ് ജീവനക്കാർ വീണ്ടും സമരത്തിലേക്ക് കടക്കുന്നത്. സാന്ത്വന സാജു ആണ് ചേരുന്നത്. സാന്ത്വന, ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ല, അതുകൊണ്ട് തന്നെ നിരാഹാര സമരം ഉൾപ്പെടെ കടുത്ത സമരപരിപാടികളിലേക്ക് കടക്കുകയാണ് അങ്കണവാടി ജീവനക്കാർ. എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ? വിനിത, ഈ വർഷം ആദ്യം, അതായത് മാർച്ച് 17 മുതൽ 30 വരെയായിരുന്നു അംഗൻവാടി ജീവനക്കാരുടെ സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നത്. അനിശ്ചിതകാല സമരം തന്നെയായിരുന്നു അവർ നടത്തി വന്നിരുന്നത്. പക്ഷേ ഈ സമരത്തിനിടെ പല ചർച്ചകളും ഉണ്ടായി. 13ാമത്തെ ദിവസം, അവരുടെ സമരത്തിന്റെ 13ാമത്തെ ദിവസം മന്ത്രി KN ബാലഗോപാൽ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താമെന്ന് ഒരു ഉറപ്പ് നൽകുകയായിരുന്നു. ഇവരുടെ വേതന വർധനം അടക്കമുള്ള പല കാര്യങ്ങളും ഇവർ ഈ ഒരു സമരത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിലവിൽ 12,500 രൂപയാണ് വിനിത ഇവരുടെ വേതനം എന്ന് പറയുന്നത്. 21,000 രൂപയാക്കി ഉയർത്തണം. അതുപോലെ തന്നെ ഈ സാങ്കേതികമായി ഇവർക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് ഒരു ഫോൺ അവർക്ക് സർക്കാർ തന്നെ നൽകിയിരുന്നു. സോളോ എന്നു പേരുള്ള ഒരു ഫോണായിരുന്നു ഇവർക്ക് നൽകിയിരുന്നത്. പക്ഷേ ഈ ഫോണുകളെല്ലാം തന്നെ കൃത്യം 6 മാസമായപ്പോൾ തന്നെ പലരുടെയും കേടായി പോയി എന്നുള്ളതാണ്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നൽകിയതാണ്. നിലവിൽ ഈ ഫോണുകൾ ഒന്നും തന്നെ ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് മാറ്റി പുതിയ ഫോൺ നൽകണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ സമരം നടത്തിയത്. പക്ഷേ 3 മാസം കൊണ്ട് പഠിച്ച ഒരു പരിഹാരം കാണാമെന്നുള്ള ഉറപ്പിന്മേൽ സമരം നിർത്തിപ്പോയെങ്കിലും ഇപ്പോൾ മാസം 4 കഴിയുകയാണ്. ഒരു തരത്തിലുള്ള നിലപാടും സർക്കാർ ഇതുവരെയും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അന്വേഷിക്കുമ്പോൾ ഒരു സമിതിയെ പോലും രൂപീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് വിനിത നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് ജീവനക്കാർ വീണ്ടും സമരത്തിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അനിശ്ചിതകാലമായ സമരവുമായി മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് ഈ അംഗനവാടി ജീവനക്കാർ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. NTUCയുടെ നേതൃത്വത്തിലായിരിക്കും സമരം നടക്കുക. കഴിഞ്ഞ തവണ കണ്ടതുപോലെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇനി തയ്യാറാകാൻ തങ്ങളില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം സർക്കാർ തങ്ങളെ വഞ്ചിച്ചു. ഒരു തരത്തിലുള്ള സർക്കാർ അറിയിച്ച കാര്യങ്ങളൊന്നും തന്നെ തങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല എന്ന് മാത്രമല്ല, വാഗ്ദാനങ്ങളെല്ലാം തന്നെ പാഴാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ശക്തമായ സമരവുമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് വിനിത ഇപ്പോൾ അംഗൻവാടി ജീവനക്കാർ അറിയിച്ചിരിക്കുന്നത്. ശരി, സാന്ത്വന സാജു ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.